ഹലോ എവ്രി വൺ. എന്നെ ബേബി എന്ന് വിളിക്കണ്ട. ഇനി മുതൽ നിന്റെ ബേബി ഞാനല്ല. നീ കാരണമാണ് എൻ്റെ ജീവിതം ഇല്ലാതായത്. നൂറയും ആദിലയും തമ്മിൽ വഴക്കിടുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ആദ്യം കാണണം. ഓക്കെ, അതിനുശേഷം എൻ്റെതായുള്ള അഭിപ്രായം ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാളും ഇവിടെ ഫൈറ്റ് ഉണ്ടായി. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഇങ്ങനെ എനിക്ക് എന്നെ തന്നെ ഒരു നെഗ് അടിക്കുന്നുണ്ട്. അതാണ് ഞാൻ ബേബിനോട് പറഞ്ഞത്. എന്നത് ഇങ്ങനെ തന്നെ പോട്ടാ, നമ്മൾ റിലേഷൻഷിപ്പ് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇതേ നമ്മള് വിചാരിക്കുന്ന കൂട്ടല്ല പോകുന്നത്. ഞാൻ ആദ്യം തൊട്ടേ ഫ്രം ഡേ 1 പറയുന്നതാണ്, ഊഹിച്ചാൽ മനസ്സിലാവും. പിന്നെ അതൊരു പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അല്ല, മനസ്സിലായില്ല, നാക്ക് ശ്രദ്ധിക്കാനാ? അല്ല, അത് ബേബി ഹിന്ദിട്ട് തരണ്ട, ഞാൻ പിന്നെ പറയാം. എന്നാ പിന്നെ അപ്പൊ പറഞ്ഞപ്പോ എന്തിനാ പറയണം? അല്ല, ബേബി ഊഹിച്ചാൽ മതി എന്ന് പറഞ്ഞതോ? ഊഹിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഒരാളെ പറ്റിയിട്ടാണ്. അതാരാന്ന് പറയണ്ട, മിണ്ടാണ്ടി അല്ലേ? അപ്പൊ അത് ഞാൻ ഡേ 1 തൊട്ട് പറയുന്നതാണ്. സംഭവം എന്താന്ന് വെച്ചാ നമ്മൾ രണ്ടാളെയും പറയാം. അപ്പൊ ഞാൻ ബേബിനെ, ഇപ്പൊ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ബേബിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് എപ്പോഴും ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ അയാൾ, ഇപ്പൊ ബേബി എന്തെങ്കിലും ചെയ്യാം, ഞാൻ ബേബിനോട് എപ്പോഴും തർക്കുത്തരം, എപ്പോഴും ബാഡായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റേ ആൾ ഇങ്ങനെ, ഓ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരാളോട്, വൈ ആർ യു മാഡ്? അത് ആലോചിക്കുന്നത്, വൈ ആർ യു ഡൂയിങ് ദിസ്? ഞാൻ മിണ്ടാണ്ടിരിക്കലുണ്ടോ? ഞാൻ എന്റെ കാര്യം ചോദിക്കുന്നു. ബേബി മിണ്ടാണ്ടിരിക്കലുണ്ടോ? ചെയ്യണോ ചോദിക്കുക. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഇതെന്താ വെച്ചാല്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉള്ള ആൾക്കാരോട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ആ ഗ്രഡ്ജ് ഞാൻ ഉള്ളിൽ വെക്കൂല. ഗ്രഡ്ജ് ഉള്ളിൽ കാണുന്നുണ്ട് നമുക്ക്. അത് ഫോർവേഡ് കൊണ്ടുപോകില്ല. അത് വേറൊരു കാര്യത്തിൽ ഞാൻ കാണിക്കൂല. ഞാൻ എന്താ കാണിച്ച ഒരു സീരിയസ് കാര്യം സംസാരിക്കുമ്പോ സീരിയസ്നെസ് ഇടപെടല്ലേ? ഒറ്റ കണ്ടസ്റ്റന്റ് അപ്പൊ ഞാൻ എല്ലായിടത്തും സൈഡിരിക്കും. മോള് ചെയ്തല്ലേ? നോ ബേബി, ഇതെനിക്ക് ഫീൽ ബേബിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് ബേബിക്ക് വേണ്ടതുപോലെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ടിട്ട് റിയാക്ട് ചെയ്യാൻ ബേബിക്ക് അറിയില്ലായിരിക്കാം. ഇതിലിപ്പോ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അല്ല, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. എനിക്ക് പറ്റുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേണ്ടിയ പോലെ അല്ല ആരും ബിഹേവ് ചെയ്യാൻ പറ്റുക. ഇതിപ്പോഴും മനസ്സിലാവുന്നില്ലല്ലോ. ബേബിക്ക് മനസ്സിലാവാത്ത ബേബിയുടെ വെയിൽ ആയിരിക്കുന്നില്ല ഞാൻ തിങ്ക് ചെയ്യുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാവുന്നതാണ് ഇപ്പൊ ഇരിക്കുന്നതാണോ? ഇത് ബേബിയുടെ ഗെയിമാണോ? അല്ല, നമുക്ക് എന്താ ഗെയിം ആയിട്ടാണോ തോന്നുന്നത്? മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആദില എന്ത് പറഞ്ഞാലും നൂറയാണ് മുമ്പ് കേൾക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. നൂറ പറയുന്നത് ആദില കേൾക്കണം. കാരണം ആദിലക്ക് നിന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ നൂറ പിരിയും. അതാണ് പ്രശ്നം. കുറേ പേര് പറയുന്നത് ഞാൻ റിച്ചിന് വേണ്ടി വെറുതെ പറയുന്നത്. എനിക്ക് നല്ല അന്തസ്സായിട്ടുള്ള പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഇടുന്ന വീഡിയോസാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും ഉടൻ പിരിയും. ഇത് അതിൻ്റെ ചെറിയൊരു ടീസറാണ് മക്കളെ. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഒരു ലെങ്ത് വീഡിയോ ഉടൻ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും പറ്റി. ഇപ്പോൾ തിരക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.